ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു ചാനലിൻ്റെ ഗ്രോത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ചാനൽ ബ്രാൻഡിങ് എന്നത്. നിങ്ങൾ പഴയ ചാനലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഇനി പുതിയതായി തുടങ്ങിയ ഒരു ചാനലാണെങ്കിലും നിങ്ങൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്രകാരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ബ്രാൻഡെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുക? ഇതിനെക്കുറിച്ച് നമുക്കിപ്പോൾ നോക്കാം. ഇതിനായി നിങ്ങൾ മൊബൈലിലെല്ലാമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഈ YT സ്റ്റുഡിയോ എല്ലാം ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ പോകേണ്ടത് ഇവിടെ ഈ കസ്റ്റമൈസേഷൻ എന്ന ഓപ്ഷനിലാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നും യുവർ ചാനൽ എന്നതിൽ പോയി അതിനുശേഷവും നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ എന്ന ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ കസ്റ്റമൈസേഷൻ എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ആദ്യം തന്നെ നമുക്ക് ലഭിക്കുന്നത് ലേഔട്ട് എന്നൊരു ഓപ്ഷനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഹോം പേജ് എല്ലാം സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ എല്ലാം ചെയ്തിരുന്നു. അതിനാൽ തന്നെ കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതിനുശേഷമാണ് നമുക്ക് വന്നിരിക്കുന്ന ഈ ബ്രാൻഡിങ് എന്ന ഓപ്ഷൻ വരുന്നത്. ഏതൊരു ചാനലിനും അവരുടെ ചാനൽ അത് എന്താണെന്ന് മനസ്സിലാകുന്നതിനും അതുപോലെ നിങ്ങളുടെ ചാനലിലേക്ക് നല്ല വ്യൂസ് എല്ലാം വരണമെങ്കിലെല്ലാം ഈ ബ്രാൻഡിങ് വളരെ അത്യാവശ്യമാണ്. ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രൊഫൈൽ പിക്ചർ ആദ്യമായി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊഫൈൽ പിക്ചർ എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചറൊന്നും കൊടുക്കാതെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തുള്ള പിക്ചറെല്ലാം കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പിക്ചറൊന്നുമില്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയി അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചറെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിന് ഇത് കൂടുതലായി വിസിബിലിറ്റി എല്ലാം നൽകും. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രൊഫൈൽ പിക്ചറെല്ലാം. കാരണം നിങ്ങൾ എവിടെ കമൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ആരെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായി അവർ കാണുന്നത് ഇത്തരത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രൊഫൈൽ പിക്ചറെല്ലാമാണ്. അതിനാൽ തന്നെയാണ് ബ്രാൻഡിങ് എന്നത് ഇതിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ എന്നത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഈ പ്രൊഫൈൽ പിക്ചറെല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രൊഫൈൽ പിക്ചറെല്ലാം സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കുറച്ച് പേയ്മെൻ്റ് എല്ലാം കൊടുത്തായാലും നല്ല രീതിയിൽ ഒരു പ്രൊഫൈൽ പിക്ചറെല്ലാം ആരെങ്കിലും സെറ്റ് ചെയ്തു തരികയാണെങ്കിൽ അതെല്ലാം തന്നെ നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലെല്ലാം നിങ്ങൾക്ക് ചെയ്യിക്കാം. അതുപോലെ നിങ്ങളുടെ ചാനലിനെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ നിങ്ങളുടെ പിക്ചർ വേണമെങ്കിൽ വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ എന്താണ്, അതായത് ഫുഡ് റിലേറ്റഡ് എല്ലാമാണെങ്കിൽ അത്തരത്തിൽ ഫുഡിനെ കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽ എല്ലാമുള്ള പ്രൊഫൈൽ പിക്ചർ എല്ലാം വെക്കാം. ഇനി ട്രാവലിംഗ് സംബന്ധമായി അല്ലെങ്കിൽ ഗെയിമിംഗ് സംബന്ധമായി ഇങ്ങനെ എത്തരത്തിലുള്ള പ്രൊഫൈലാണ് നമ്മുടേത് അതിനനുസരിച്ചുള്ള പ്രൊഫൈൽ പിക്ചർ എല്ലാം ക്രിയേറ്റ് ചെയ്യുക വഴി ആളുകൾക്ക് നിങ്ങളുടെ ചാനൽ എന്താണ് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതുപോലെ ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈസ് എല്ലാം കാണിക്കുന്നുണ്ട്. 98x98 പിക്സൽസ് എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നമുക്ക് 4 MB കുറവായ പിക്ചർ എല്ലാമാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുക. അതായത് മാക്സിമം 4 MB വരെ എല്ലാമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ PNG GIF ഫോർമാറ്റ് എല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. GIF ഫോർമാറ്റ് അനിമേഷൻ എല്ലാം ഉണ്ടെങ്കിൽ അത് വർക്കാവുകയില്ല എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാനർ ഇമേജ് എന്നത്. ബാനർ നിങ്ങൾ പല ചാനലിൻ്റെയും ബാനർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏതെങ്കിലും ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്തരത്തിൽ പ്രൊഫൈൽ പിക്ചർ അതിന് താഴെയായി ഇത്തരത്തിൽ ഈ ബാനർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഒരുവിധം ആളുകളെല്ലാം അവരുടെ ചാനലിനെ കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ എന്ത് ചാനലാണ് അവരുടേത് ഇതിനെക്കുറിച്ചെല്ലാം തന്നെ കൂടുതൽ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് ഇത്തരത്തിൽ ഈ ബാനർ എല്ലാം സെറ്റ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ടെക് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവരുടെ അവരുടെ ബാനർ എല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് ടെക് ഇൻഫർമേഷൻസ്, അതായത് മൊബൈൽ അതുപോലെ TV അതും അല്ലെങ്കിൽ മറ്റു ടെക് ഉപകരണങ്ങളെല്ലാം വെച്ച് നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലെല്ലാം ആയിരിക്കും ഇത്തരത്തിൽ ബാനർ ഇമേജ് എല്ലാം സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുപോലെ ബാനർ സൈസ്, ഇതിനെക്കുറിച്ചെല്ലാം ഇവിടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2048 ഇൻറ്റു 1152 പിക്സൽ എല്ലാമാണ് ഇത്തരത്തിൽ നമ്മൾ ഈ ബാനർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായ ഈ ഒരു സൈസ് എല്ലാം. അതുപോലെ നമുക്ക് മാക്സിമം 6 MB ഫയൽ എല്ലാം ആയിരിക്കും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ 6 MBയിൽ കുറവായ ഫയൽ എല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അവസാനമായി വരുന്ന ഒരു കാര്യമാണ് വീഡിയോ വാട്ടർമാർക്ക് എന്നത്. ഈ വീഡിയോ വാട്ടർമാർക്ക് ഇത് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ പലരും ഇത്തരത്തിൽ സബ്സ്ക്രൈബ് നൗ എന്നെല്ലാം കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിൽ തന്നെ നമുക്ക് 3 ഓപ്ഷൻ എല്ലാം ലഭിക്കും. എൻഡ് ഓഫ് ദി വീഡിയോ എന്ന ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ, അതായത് നമ്മുടെ ഏതൊരു വീഡിയോ ആളുകൾ കാണുമ്പോഴും അതിൻ്റെ അവസാനമായി ഇത്തരത്തിൽ സബ്സ്ക്രൈബ് നൗ എന്ന് കാണിക്കും. ഇനി അടുത്തതായി കസ്റ്റം സ്റ്റാർട്ട് ടൈം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് വീഡിയോയുടെ എവിടെയാണ് ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഈ വീഡിയോ വാട്ടർമാർക്ക് വരേണ്ടത് അത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 4 മിനിറ്റിലെല്ലാമാണ് വരേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റം സ്റ്റാർട്ട് ടൈം എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ആ ടൈം എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഇത്തരത്തിൽ ഈ വാട്ടർമാർക്ക് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈമിൽ നമുക്ക് ആ വാട്ടർമാർക്ക് എല്ലാം ഡിസ്പ്ലേ ചെയ്യും. ഇനി എൻ്റർ വീഡിയോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഈ വാട്ടർമാർക്ക് ഇത് എല്ലായ്പ്പോഴും ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആർക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു വീഡിയോ വാട്ടർമാർക്ക് ഇത് ഫുൾ ടൈം തന്നെ അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വാട്ടർമാർക്ക് കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനലിൻ്റെ ഐക്കൺ ഒരു പ്രത്യേക ലോഗോ എല്ലാം ക്രിയേറ്റ് ചെയ്തെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ വാട്ടർമാർക്ക് എല്ലാം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിന് ഏറെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം സബ്സ്ക്രൈബ് നൗ എന്ന ഒരു റിമൈൻഡർ എല്ലാം സെറ്റ് ചെയ്യുക വഴിയും നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം, അതായത് നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു റിമൈൻഡർ എല്ലാം പോലെ നമുക്ക് ഇത്തരത്തിൽ ഈ വീഡിയോ വാട്ടർമാർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രാൻഡിങ്ങിൽ മെയിനായി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമതായി പ്രൊഫൈൽ പിക്ചറും, അതുപോലെ ഈ ബാനർ ഇമേജ്, അതുപോലെ നിങ്ങൾ ഈ വാട്ടർമാർക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങളുടെ ചാനലിൽ സെറ്റ് ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിനെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഇമേജസ്, അതുപോലെ നല്ല രീതിയിലുള്ള ഡിസൈനിലുള്ള വാട്ടർമാർക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.